എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. വാഹനങ്ങൾക്ക് ക്യാമറ ഫൈൻ ഉൾപ്പെടെയുള്ള ഫൈനുകൾ വന്നിട്ടുണ്ടോ എന്ന് മൊബൈൽ ഉപയോഗിച്ച് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നും ഫൈൻ ഉണ്ടെങ്കിൽ അതെങ്ങനെ അടയ്ക്കാമെന്നുമാണ് ഇന്നിവിടെ നോക്കുന്നത്. 2026 ജനുവരി 1 മുതൽ വർഷത്തിൽ 5 ചെല്ലാൻ ഫൈനിൽ കൂടുതൽ വന്നാൽ ലൈസൻസ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുകയാണിപ്പോൾ. മാത്രവുമല്ല, ചെല്ലാൻ ഫൈൻ വന്ന് 45 ദിവസത്തിനുള്ളിൽ അത് അടച്ചിരിക്കണം. കൂടാതെ കുടിശ്ശികയുള്ള വാഹനങ്ങൾ പിടിച്ചെടുക്കാനുള്ള നിയമങ്ങളും വരികയാണ്. മൊബൈൽ ഉപയോഗിച്ചും സിസ്റ്റം ഉപയോഗിച്ചും ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇതിനായിട്ട് മൊബൈലിൽ ഗൂഗിൾ എടുത്ത ശേഷം പരിവാഹൻ ഇ ചെലാൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ സൈറ്റിൽ പ്രവേശിക്കുവാനുള്ള ലിങ്ക് ലഭിക്കും. സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അവിടെ ടച്ച് ചെയ്ത് നിങ്ങൾക്ക് സൈറ്റിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. സൈറ്റിൽ പ്രവേശിച്ചാൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. ഇവിടെ നമുക്ക് പേ ഓൺലൈൻ എന്നൊരു ലിങ്ക് കാണാം. ശരിയായിട്ടുള്ള ലിങ്ക് ഇതുപോലെ ലഭിച്ചില്ലെങ്കിൽ ആ പേ ഓൺലൈനിൽ പ്രസ് ചെയ്താൽ അത് ലഭിക്കും. ഇവിടെ നമുക്ക് ചെല്ലാൻ നമ്പർ, വെഹിക്കിൾ നമ്പർ, ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ, ഇങ്ങനെ 3 ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വെഹിക്കിൾ നമ്പർ, സെൻറ്ററിൽ കാണുന്ന വെഹിക്കിൾ നമ്പറിൻ്റെ റൗണ്ട് എനേബിൾ ചെയ്ത് നമുക്ക് നോക്കാവുന്നതാണ്. അങ്ങനെ വെഹിക്കിൾ നമ്പർ എന്ന റൗണ്ട് എനേബിൾ ചെയ്ത ശേഷം താഴെ നിങ്ങളുടെ വാഹനത്തിൻ്റെ നമ്പർ, രജിസ്ട്രേഷൻ നമ്പർ, വണ്ടി നമ്പർ അവിടെ ഗ്യാപ്പൊന്നുമില്ലാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. സ്ലാഷും സ്പേസും ഒന്നും വേണ്ട, ഗ്യാപ്പൊന്നുമില്ലാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ടൈപ്പ് ചെയ്യുമ്പോൾ നേരത്തെയൊക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ അത് കാണിക്കും. അവിടെ കോപ്പി പേസ്റ്റ് എന്നുള്ള രീതിയിൽ ടച്ച് ചെയ്ത് അങ്ങനെ കൊടുക്കരുത്. ടൈപ്പ് ചെയ്ത് തന്നെ കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇത് വർക്കാവുകയുള്ളൂ. അതിനുശേഷം തൊട്ട് താഴെ ക്യാപ്ച കോഡുണ്ട്. അത് എന്താണോ കൊടുത്തിരിക്കുന്നത് അത് അതേപോലെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടുന്നത്. തുടർന്ന് ഗെറ്റ് ഡീറ്റെയിൽസിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ താഴെ അതിൻ്റെ ഡീറ്റെയിൽസ് വരും. വയലേറ്ററുടെ പേരും ചെലാൻ നമ്പരും വണ്ടി നമ്പരും ഒക്കെ കാണിക്കുന്നത് കാണാം. ഇവിടെ 2 ചെലാൻ വന്നിട്ടുള്ളതായിട്ട് കാണാം. അത് നമ്മൾ സ്വൈപ്പ് ചെയ്ത് വലത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ കൂടുതൽ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. എന്നാണ് ഫൈൻ ഇമ്പോസ് ചെയ്തിരിക്കുന്ന ഡേറ്റ് എന്നാണെന്നും ഒക്കെ കാണാൻ സാധിക്കും. ഒന്നിൻ്റെ നേർക്ക് പെൻഡിങ് എന്നും മറ്റേതിൻ്റെ നേർക്ക് ഡിസ്പോസ്ഡ് ഓൺലൈൻ എന്നും കാണാം. ഈ ഡിസ്പോസ്ഡ് ഓൺലൈൻ എന്ന് കാണിക്കുന്നത് നേരത്തെ അടച്ചു കഴിഞ്ഞതാണ്. പെൻഡിങ് എന്നുള്ളതാണ് ഇനി അടയ്ക്കാനുള്ളത്. അതിൻ്റെ നേർക്ക് വലത് സൈഡിൽ എത്ര രൂപയാണ് ഫൈൻ ഇമ്പോസ് ചെയ്തിരിക്കുന്നത്, എത്ര രൂപയാണ് നമുക്ക് ചുമത്തിയിരിക്കുന്ന ഫൈൻ എന്നും കാണാൻ സാധിക്കും. അവിടെ തന്നെ നമുക്ക് ചെല്ലാൻ പ്രിൻറ്റും റെസിപ്റ്റും കാണാം. അതിൽ പ്രസ് ചെയ്ത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയുവാൻ സാധിക്കും. ഫോട്ടോ ഉൾപ്പെടെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. എന്ത് തരം വയലേഷനാണ് നമ്മൾ വരുത്തിയിട്ടുള്ളതെന്നും ആരാണ് ഫൈൻ ഇമ്പോസ് ചെയ്തിട്ടുള്ളതെന്നും, മോട്ടോർ വാഹന വകുപ്പാണോ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണോ, എത്ര രൂപയാണ് ഫൈൻ ഇമ്പോസ് ചെയ്തിരിക്കുന്നത് തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നമുക്കറിയാൻ സാധിക്കും. ബാക്ക് അടിച്ച് വീണ്ടും പഴയ പേജിലേക്ക് പോകാവുന്നതാണ്. ഇവിടെ ഹെൽമെറ്റ് ധരിക്കാത്തതിന് 500 രൂപയാണ് ഫൈൻ വന്നിരിക്കുന്നത്. പേ നൗ എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് ഒരു ഫൈനെ അടയ്ക്കേണ്ടതെന്നുള്ളൂ, മറ്റേത് നേരത്തെ അടച്ചതാണ്. പേ നൗ എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്നൊരു പോപ്പപ്പ് വിൻഡോ വരും. ഇവിടെ ഏതെങ്കിലും ഒരു മൊബൈൽ നമ്പർ കൊടുത്താൽ മതി. ആ മൊബൈലിലേക്ക് വരുന്ന OTP അപ്പോൾ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും വേണം. അങ്ങനെ OTP ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുത്താൽ നമുക്ക് കേരള ഇ ട്രഷറിയിലെ ഗേറ്റ്വേയിലേക്ക് പോകുന്നതാണ്. ഇവിടെ കേരള ഇ ട്രഷറി തിരഞ്ഞെടുത്ത് കൊടുത്ത് താഴെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്. ആ ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്കും കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടുന്നത്. കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് വരുന്ന പേജിൽ നമുക്ക് നെറ്റ് ബാങ്കിങ്ങിൻ്റെ ലിങ്കാണ് ആദ്യമുള്ളത്. അതിനേക്കാളും കുറച്ചുകൂടി സൗകര്യം പേയ്മെൻറ്റ് ഗേറ്റ്വേ പ്രിഫേർഡ് എന്ന് രണ്ടാമത് കൊടുത്തിരിക്കുന്ന ആ ഒരു ലിങ്കിൽ പ്രസ് ചെയ്തതിന് ശേഷം താഴെ വന്ന് പ്രൊസീഡ് കൊടുത്ത് പോകുന്നതായിരിക്കും മൊബൈൽ വെച്ച് ചെയ്യുന്നതിലൊക്കെ സൗകര്യപ്രദം. ഇവിടെ നമുക്ക് ഗൂഗിൾ പേ, UPI പേയ്മെൻറ്റും നെറ്റ് ബാങ്കിങ്ങും എല്ലാം ഉണ്ട്. താഴെ വന്ന് പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോകണം. തുടർന്ന് നമുക്കൊരു പോപ്പപ്പ് വിൻഡോ വരും. ഇതിലൊരു GRN നമ്പറുണ്ട്. ഈ നമ്പർ ഉപയോഗിച്ചാണ് നമുക്ക് റീഫണ്ട് വേണമെങ്കിൽ അപേക്ഷിക്കേണ്ടുന്നത്. റീഫണ്ടിന് എങ്ങനെ അപേക്ഷിക്കാമെന്നുള്ള വീഡിയോ ഒക്കെ ചാനലിലുണ്ട്. ഓക്കെ കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. തുടർന്ന് വരുന്ന പേജിൽ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, കൂടാതെ UPI പേയ്മെൻറ്റുകൾ, ഫോൺ പേ, GPay, Paytm തുടങ്ങിയ ധാരാളം UPI പേയ്മെൻറ്റ് മോഡുകളുമുണ്ട്. ഞാനിവിടെ GPay തിരഞ്ഞെടുക്കുകയാണ്. അതാണ് കുറച്ചുകൂടി സൗകര്യപ്രദം. തുടർന്ന് ഇവിടെ റെക്കോർഡിംഗ് അലൗഡ് അല്ല, പേയ്മെൻറ്റ് കട്ടായിട്ടുണ്ട്. ഇതിൻ്റെ മെസ്സേജ് നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് വരികയും ചെയ്യും. ഇവിടെ നമ്മൾ അതിന് ശേഷം ചെയ്യേണ്ടുന്നത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന പരിവാഹൻ്റെ വെബ്സൈറ്റ് താഴെ ഉണ്ടാകും, അതെടുത്ത് വരണം. അപ്പോൾ നമുക്കവിടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് ഇങ്ങനെ കാണുവാനും സാധിക്കും. താഴെ വന്ന് റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കുവാനും സാധിക്കുന്നതാണ്. മൊബൈലിലേക്കും ഇതേ സമയം മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും. രജിസ്റ്റേർഡ് മൊബൈൽ, ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്കായിരിക്കും റെസിപ്റ്റിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടാവുക. ഇവിടെ താഴെയുള്ള ലിങ്കിൽ നിന്നും റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്ത്
സേവ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.